ശബരിമല സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തത് പോലീസിന്റെ അസാധാരണ നീക്കത്തിലൂടെ ഡിജിപിയുടെ ഓഫീസ് ദേവസ്വം കമ്മീഷണറോട് പരാതി ചോദിച്ചു വാങ്ങുകയായിരുന്നു. സർക്കാർ എടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് ഇതെന്ന് വ്യക്തമല്ല. വെള്ളിയാഴ്ച ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാർ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി. തൊട്ടുപിറ്റേ ദിവസം FIR രജിസ്റ്റർ ചെയ്തു. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും ആ FIRൽ ദേവസ്വം ബോർഡിനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് DGPയുടെ ഓഫീസ് ദേവസ്വം കമ്മീഷണറെ ബന്ധപ്പെട്ട് കട്ടളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ളയിൽ മറ്റൊരു പരാതി ചോദിച്ചു വാങ്ങുന്നത്. തൊട്ടു പിന്നാലെ രജിസ്റ്റർ ചെയ്ത FIRൽ 2019 ദേവസ്വം ഭരണസമിതി 8ാം പ്രതിയായി. LDF നിയോഗിച്ച ഭരണസമിതിയിൽ CPIM നേതാവ് A പത്മകുമാർ, N വിജയകുമാർ, CPI നേതാവ് KP ശങ്കരദാസ് എന്നിവരായിരുന്നു അന്നുണ്ടായിരുന്നത്. ദേവസ്വം ഭരണസമിതി കൂടി അന്വേഷണ പരിധിയിൽ വരട്ടെ എന്ന സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമായിരിക്കാം അസാധാരണ നീക്കത്തിനു പിന്നിൽ. അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ഗുരുതര വിമർശനങ്ങൾ ഉണ്ടായിട്ടും ദേവസ്വം ബോർഡിനെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല എന്ന ചോദ്യം പിന്നീടുണ്ടാകുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതായിരിക്കാം മറ്റൊരു FIR. ദ്വാരപാലക ശില്പത്തിന്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച മാത്രമാണ് ഉണ്ടായതെന്നാണ് പോലീസ് അനൌദ്യോഗികമായി വിശദീകരിക്കുന്നത്. കട്ടളപ്പാളിയുടെ കാര്യത്തിൽ സ്വർണത്തെ ചെമ്പാക്കിയത് ഭരണസമിതി തന്നെയാണെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അവർ കൂടി പ്രതിപ്പട്ടികയിൽ വന്നതെന്നാണ് വാദം. റാഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.